നമസ്കാരം. ഇത് തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ബന്ധത്തിൽ കുന്തം കയറിയ സംഭവം. അതിനു മുമ്പൊരു കൊച്ചു കാര്യം നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ എവിടെയോ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മസാജ് പാർലറോ അല്ലെങ്കിൽ ഉഴിച്ചില എന്തോ അതിൻ്റെ മറവിൽ പെൺവാണിഭം നടത്തണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ വളഞ്ഞ് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സ്റ്റെപ്പ് ഇറങ്ങിയ കുറച്ച് പെൺകുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരുത്തന്നെ ഇറങ്ങി ആരൊക്കെയോ അടിക്കുന്നുണ്ട്. പോലീസിനും കിട്ടിയെന്ന് തോന്നണം ഒരടി. അതിൽ പിന്നെ 2-3 പെൺകുട്ടികൾ തലയിലൊക്കെ മുണ്ടൊക്കെ മറച്ചതിന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ മറക്കണത്? ഇതിനൊക്കെ എല്ലാവരും കാണട്ടെ, ലോകം മുഴുവനെ കാണട്ടെ. പിന്നെ പ്രതികളെന്ന് പറഞ്ഞാൽ 2-3 ചെറുപ്പക്കാർ ഹെൽമെറ്റൊക്കെ വെച്ച് വേഗം വന്ന് ഓടി പോലീസ് ജീപ്പിൽ കയറുന്നുണ്ട്. എനിക്കൊരു സംശയം, ഈ പിടിച്ചവന്മാരൊക്കെ സാധനം എണീറ്റാൽ എന്താ ചെയ്യൽ? പെണ്ണ് കെട്ടാത്തവർ കുളിമുറി കയറി സ്വയംഭോഗം ചെയ്യും. ഇവന്മാർക്കൊക്കെ നല്ലൊരു സാധനത്തിന് ഒത്ത് കിട്ടിയാൽ ഇവന്മാർ കളിക്കൂലേ? സത്യം, നമ്മൾ ഇത്ര അധപ്പതിച്ച് പോകണം മനുഷ്യർ. അവരുടെ ഇഷ്ടത്തിന് അവർ തമ്മിൽ ഏതോ ബിൽഡിങ്ങിൻ്റെ റൂമിൽ പരിപാടി എടുക്കണം, പരസ്പര സമ്മതത്തോടുകൂടി. റേപ്പൊന്നുമല്ല. ഈ പുറത്ത് നിൽക്കുന്നവർക്ക് എന്താ എത്ര പ്രശ്നം? 2 കാരണം. ചിലപ്പോൾ ഇവന്മാരെ അവിടെ മുട്ടി നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ട്. ചില നാറികൾ ചില വേശ്യകളുടെ അടുത്ത് ചെന്നിട്ട് വേശ്യകളെ ആട്ടി വിടണ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് വേശ്യകൾക്ക് കൊണ്ടൊരു വ്യക്തിത്വം ചില നാറികൾക്ക് കൊടുക്കില്ല. കാരണം എന്താണെന്നാ, പറ്റൂല, വലിയ കാരണമൊന്നും ഉണ്ടാവില്ല, അവൾക്ക് അങ്ങനെ പറ്റൂല. പിന്നെ ചില നാറികൾക്ക് കൊടുക്കാത്തത് ഓസിന് ഊക്കിപ്പോവും. അപ്പം പാന്ന് പറഞ്ഞാൽ ആട്ടി വിടും. പിന്നെ ഇവളുടെ പിന്നാലെ ഇവൻ കൂടും. എങ്ങനെ 4 ആളെ കൂട്ടി വളഞ്ഞ് പിടിച്ച് നാറ്റിച്ച് ഇവന് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അതാണ് പൊതുജനത്തിൻ്റെ സൈക്കോളജി. അല്ലെങ്കിൽ ഏതോ മുറിയിൽ ഇവർ പരിപാടി എടുക്കണേന് ആർക്കത് ഇത്ര പ്രശ്നം? ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്. എവിടെയും ഇങ്ങനത്തെ ഒരു വൃത്തിയുടെ കൾച്ചർ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇപ്പം ഉണ്ടായതാണ്. പണ്ടൊന്നും ഇവിടെ ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ളവർ തമ്മിൽ കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര മോശം ഏർപ്പാടായിപ്പോയി. ആർക്കെന്ത് ഗുണമാണ് ഇപ്പം അതുകൊണ്ട് കിട്ടിയത്? ഇവരൊക്കെ നാട്ടിച്ച് ആ പെൺകുട്ടികളുടെയൊക്കെ പേരിൽ കേസാക്കി ഇപ്പം സമാധാനമായി, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. എന്ത് നാറിത്തരമാണിത്? ആൾക്കാർക്ക് ലൈംഗിക ആവശ്യം എന്ന് പറയാൻ ഭക്ഷണം പോലെ തന്നെ സെക്സിന് ആവശ്യമാണ്. ഇവർ പിന്നെ എന്ത് ചെയ്യണം? ഈ തമിഴ്നാട്ടിൽ പോലും ഇത്ര മോശം ആൾക്കാരല്ല. ചെന്നൈ, അതുപോലെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, എവിടെ പോയി എല്ലായിടത്തും ഇഷ്ടം പോലെ സാധനവും കിട്ടും, പരിപാടി നടക്കുന്നുണ്ട്. കേരളത്തിലുണ്ട്. VIP റിസോർട്ടിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നല്ലോണം പരിപാടി എടുക്കുന്നുണ്ട്. ബാങ്കോക്ക്, പട്ടായ ഒക്കെ പോയിട്ട് അവിടെ നിന്നും കളിക്കുന്നുണ്ട്. ഈ അന്തിപ്പട്ടിണിക്കാരെ എവിടെയെങ്കിലും പോയിട്ട് ചെറിയൊരു പൈസക്ക് എന്തെങ്കിലും ഒപ്പിക്കുമ്പോൾ അത് വളഞ്ഞ് പിടിച്ച് നാട്ടിക്കുക. ഇവരൊക്കെ എന്താ ചെയ്യല്? എനിക്ക് മനസ്സിലാവില്ല. ഇവർക്കുണ്ടാവില്ല ഈ ആവശ്യം. ഈ കഴുതര കരഞ്ഞ് തീർക്കാന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയില്ല. നമ്മുടെ നാട് നന്നാവില്ല. കേരളം, ഇന്ത്യ അല്ല ഞാൻ പറഞ്ഞു. ഒരു മര്യാദ, ഒരു സമാധാനത്തിൽ പണിയെടുക്കാനും കൂടി പറ്റാത്ത നാടെന്ന് പറയാം. പിന്നെ എന്താ? ഒരു 40 പൈസയായിട്ട് ഒരു പെണ്ണിൻ്റെ സാധനം കാണാത്ത ആൾക്കാരെ 10,000 കണക്കിന് ചെറുപ്പക്കാർ പെണ്ണ് കിട്ടാണ്ട് ഗവൺമെൻറ് ജോലി ഇല്ലാഞ്ഞിട്ട് തൃശ്ശൂർ രൂപതയിൽ തന്നെ 35,000 എത്ര ചെറുപ്പക്കാർ 10,000 35 മേലെ പ്രായമുള്ള ഒരു പെണ്ണ് കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും? അത് പോട്ടെ, ഞാൻ ഈ ബന്ധത്തിൽ കുന്തം കയറ്റി അവിടേക്ക് വരാം. ഇത് ഒരു ഞായറാഴ്ച, എനിക്ക് ഏകദേശം ഒരു 10-20 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്ത് ഞായറാഴ്ച പള്ളിയിലെ 2ാമത്തെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് റോട്ടിലിങ്ങനെ സൈഡിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ആൻറ്റി, ഒരു 10-23 വയസ്സുള്ള 2 പെൺകുട്ടികൾ, പിന്നെ ഒരു പെൺകുട്ടി, എൻ്റെ ചെറിയൊരു ആൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ കമൻ്റ് അടിക്കും. പെൺകുട്ടികൾ
മുന്നിൽ കൂടി നടന്നു പോകുമ്പോൾ എന്തെങ്കിലും അവരുടെ വസ്ത്രത്തിനെ പറ്റിയാ എന്തെങ്കിലും വൾഗറല്ലാത്ത എന്തെങ്കിലും കമൻ്റൊക്കെ പറയും. അപ്പം ചില പെൺകുട്ടികൾക്ക് അതും പറ്റില്ല. പോടാ പട്ടി 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 എന്ന് പറയും. ചില പെൺകുട്ടികൾ ചിരിച്ചിങ്ങനെ പോകും, ചിലർ തല താഴ്ത്തി പോകും. അതവിടെ കഴിഞ്ഞ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ആൻറ്റിയും തെറ്റില്ല. ഈ രണ്ട് വലിയ പെൺകുട്ടിയുണ്ട്, രണ്ടാമത്തെ പെൺകുട്ടിക്ക് ഒരു 20 വയസ്സ്, വലിയ പെൺകുട്ടികൾക്ക് ഒരു 23-24 വയസ്സ്. ആൻറ്റി ആണെങ്കിൽ സ്ലീവ്ലെസ്, അത് കിണ്ണം കാച്ചി. ഞങ്ങളെന്തൊക്കെയോ പറഞ്ഞ അവരിങ്ങനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അതാണ് പോയി. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ ചോറുണ്ണണ നേരെ ഇപ്പോൾ എത്തിയപ്പോൾ ഇവരതാ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവർ ഞങ്ങളുടെ റിലേഷനാണ്. റിലേഷൻ എന്താണെന്നൊക്കെ കറക്റ്റ് പറഞ്ഞാൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യും. അത് മോശം. ഏതായാലും ഇവർ വന്ന് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ആൻറ്റി പറഞ്ഞ് ഞാനിവനെ കണ്ട് റോട്ടെന്ന് പറഞ്ഞു. പെൺകുട്ടികൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ഇവർക്ക് മലയാളം വലിയ ഫ്ലുവൻ്റ് അല്ല. ഇവർ ഇംഗ്ലീഷ് ഹിന്ദി നല്ലോണം പറയും, മലയാളം കുറച്ച് പറയും, എഴുതാൻ തീരെ അറിയില്ല. അങ്ങനെ അപ്പോൾ ഇവർ ചെറിയൊരു വിലക്ക് എറണാകുളം സിറ്റീൻ്റെ അടുത്ത് ഒരു വീട് കിട്ടിയപ്പോൾ പെട്ടെന്ന് അത് വാങ്ങിയതാണ്. അപ്പോൾ ഇവർ മുംബൈയിൽ സെറ്റിൽഡാണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതെൻ്റെ മദറിൻ്റെ റിലേഷനാണ്. ഈ ആളും മദറിൻ്റെ റിലേറ്റീവ് ആണാണ്. ഇയാൾ മുംബൈയിൽ സെറ്റിൽഡാണ്. ഇയാൾ നാട്ടിൽ വന്നാണ് ഈ ആൻറ്റിനെ കല്യാണം കഴിച്ച് മുംബൈക്ക് കൊണ്ടുപോയത്. അയാൾക്ക് അവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ലെവലിലുള്ള ജോലിയാണ്, കുറച്ച് അധ്വാനമൊക്കെ ഉള്ള ജോലിയാണ്. അപ്പോൾ അവർ ചെറിയ വിലക്ക് നാട്ടിൽ എറണാകുളം സിറ്റീൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം ഒരു വീടും കിട്ടിയപ്പോൾ പെട്ടെന്ന് അത് സെയിൽ ചെയ്തു. സെയിൽ ചെയ്ത് പറഞ്ഞാൽ ആൻറ്റീൻ്റെ റിലേറ്റീവ്സാണ് അതിന് മുൻകൈ എടുത്തതൊക്കെ. അങ്ങനെ അത് കച്ചവടമായി. അങ്ങനെ ഇവർ നാട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഈ 3 പെൺകുട്ടികളും പയ്യനും അവിടെ പഠിക്കണം. അപ്പം പയ്യനെ ഇവിടേക്ക് ചേർക്കാനൊരു പ്ലാനുണ്ട്. മറ്റേ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുക. അവർ നേഴ്സിങ് പ്രൊഫഷൻ എന്തോ പഠിക്കുക, മെഡിക്കൽ ഇതായിട്ട് ബന്ധപ്പെട്ട. അതിപ്പോൾ നമ്മുടെ ഇതായിട്ട് ബന്ധമില്ല. അപ്പോൾ പയ്യനെ സ്കൂളിൽ ഇവിടെ ചേർക്കുക. അവനൊരു 4-ലോ 5-ലോ എത്തിയിട്ടുണ്ട്. അങ്ങനെ തീരുമാനം. അപ്പോൾ ഇവർ വീട്ടിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ കുറേ അകലെയായിരുന്നല്ലോ. അപ്പോൾ തിരിച്ചിവിടെ സെറ്റിലാവുമ്പോൾ ബന്ധുക്കൾ ഞങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ബന്ധം ഒന്ന് പുതുക്കി വെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേണമല്ലോ സഹായങ്ങൾ. അങ്ങനെ വന്നതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് അന്ന് ഇറച്ചിയും ചോറൊക്കെ തിന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഇവർ പോകുമ്പോൾ ഞങ്ങളെയും കൂട്ടി, എന്നെയും എൻ്റെ നേരെ മൂത്തപ്പെങ്ങളെ ഇവരെ വീട്ടിൽ. അങ്ങനെ അവിടെ ചെന്ന് രാത്രി അവിടെ നിന്നൊക്കെ നല്ല ഫുഡൊക്കെ ആൻറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ചാണ്ട് നടന്നാൽ കൊച്ചി കായലാണ്. ഇരുട്ടായിരുന്നു. അങ്ങനെ കായൽ. ഇപ്പം ചേച്ചി വന്നില്ല. ചേച്ചി അവിടെ ആൻറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ കൂടി. ഈ പെൺകുട്ടികൾ ഞാനും കൂടിയാണ് പോകണം. അതിൽ ഒരുത്തി എന്നോട് ഭയങ്കര കമ്പനി, തോളത്ത് കൈയിടുന്ന ഭയങ്കര ഫ്രീ. മുംബൈ ജീവിതമല്ലേ, നമുക്ക് ഇതൊക്കെ വലിയ സംഭവമാണ്. നമ്മുടെ മേലൊക്കെ തൊട്ടാൽ തന്നെ ഒരുത്തരിക്കും. പിന്നെ കായലിൻ്റെ അരിയത്ത് ഇങ്ങനെ നിൽക്കുക. ചെറിയൊരു കടവുണ്ട് അവിടെ, റോഡ് പോയിട്ട് അവിടെ അവസാനിക്കുക. അതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തണുത്ത കാറ്റിങ്ങനെ വരുമ്പോൾ വൃത്തി എന്നെ എപ്പോഴും ഒട്ടി നടക്കണം. അവൾ പറഞ്ഞ് ഭയങ്കര തണുപ്പ് പറയും. അതിൽ ഞാൻ ബാക്കിൽ നിന്ന് അവളിങ്ങനെ കെട്ടിപ്പിടിച്ച്. പക്ഷെ അരഭാഗം ഞാൻ ഇവിടെ മുട്ടിച്ചിട്ടില്ല, കാരണം സംഭവം സ്റ്റാർട്ടായി നിൽക്കുക. അതങ്ങനെ അവളുടെ മേൽ മുട്ടിയ നമ്മളുടെ മാർക്ക് കുറഞ്ഞു വിചാരിച്ച് ഞാൻ കുറച്ച് അരഭാഗം ബാക്കിലേക്ക് തള്ളി പിടിച്ചേക്കാം. ഈ സാധനം അവളുടെ മേലെ മുട്ടരുത്, ഇത് നീറ്റ് നിൽക്കുക. അവളിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിലിപ്പോളിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോണ്ട് സംഭവം ബാക്കിൽ കുത്തിക്കുക. അല്ല അവൾ മെല്ലെ ഇങ്ങനെ നോക്കി. ഞാൻ ഓർമ്മയുണ്ടാക്കി. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പോകാറ്. അങ്ങനെ അന്ന് ഞങ്ങളവിടെ താമസിച്ച് ചേച്ചിയുമുണ്ടല്ലോ, അവരുടെ ഹാളിൽ ഞങ്ങൾ കിടന്ന് തൊട്ടപ്പുറത്തെ മുറിയിൽ കട്ടിൽ മേലെ ആൻറ്റി. നേരം വെളുത്ത് ഞങ്ങളവിടെ നിന്ന് പോന്നപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ കഴിയുന്നതും ഇനി രാത്രി ഇവിടെ വന്ന് നിൽക്കണം, ഞങ്ങൾക്കൊരു സഹായം. കാരണം അന്യ നാട്ടിൽ നിന്ന് വന്നതല്ലേ. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ മിക്ക ദിവസം അവിടെ പോകും, രാത്രി രാവിലെ പോരും. അങ്ങനെ ഇവർ പോവുകയാണ്.
പയ്യനെ ഇവിടെ ചേർത്ത് പിള്ളേർ പോവാം. അന്ന് മുംബൈ അല്ല ബോംബെ ജയന്തി ജനതാ എക്സ്പ്രസ്. അത് 1 മണിക്കായിട്ടാണ് തോന്നുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാനതിന് ശേഷം അനവധി പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ടൈം അങ്ങനെ വരണില്ല മനസ്സിൽ. വയസ്സും പ്രായമായില്ലേ. അന്ന് ഈ കൊങ്കൺ റെയിൽവേ ഒന്നുമില്ല. അന്ന് ഈ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. 36 മണിക്കൂർ 40 മണിക്കൂറൊക്കെ പിടിക്കും. അതും ടൈം കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും പൂനെയിലെത്തുമ്പോൾ 36 മണിക്കൂർ. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ പൂനെയിൽ ജോലി എടുക്കുമ്പോൾ ആ വണ്ടിയിലായിരുന്നു പോകുന്നത്. അത് രാത്രി 12 മണിക്ക് പൂനെയിലെത്തും. നേരം വെളുക്കുമ്പോൾ മുംബൈ വീട്ടിലെത്തും. അങ്ങനെ അപ്പോൾ ഇവർ പോയി ടാറ്റയൊക്കെ തന്ന് പോയി തിരിച്ച് വന്ന്. അപ്പോൾ ഈ പയ്യനെ ആൻറ്റിയുടെ വീട്ടുകാർ കൊണ്ടുപോയി. സ്കൂൾ തുറക്കാനൊന്നും ആയിട്ടില്ല. ഇവനവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് നല്ല ഇഷ്ടമാണ് ആ കുട്ടിനെ. അപ്പോൾ ഞാനും ആൻറ്റിയും ഈ വീട്ടിൽ. അപ്പോൾ പോണതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. അയ്യോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ത്രില്ലില്ല. ഞാനെന്തോ നിൽക്കാൻ പോകുമ്പോൾ ഒരു ദിവസം ഇവർ എന്നോട് പറഞ്ഞ്, പിള്ളേർ പറഞ്ഞ് സിനിമക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയി മാറ്റിനിക്ക് പോയി. ശ്രീധറിൽ നല്ലൊരു ഇംഗ്ലീഷ് പടം. അപ്പോൾ ഇവർക്ക് ഫൈറ്റ് പടമാണ് ഇഷ്ടം. ഇവർക്ക് ഇംഗ്ലീഷൊക്കെ മനസ്സിലാവും, എനിക്ക് മനസ്സിലാവില്ല. മലയാളം ഇവർക്ക് വല്ലാണ്ട് പോകില്ല. ഫൈറ്റാണ് ഇവർക്ക് മുഖ്യം. അങ്ങനെ മാറ്റിന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓടി കവിത വരെ. ശ്രീധറിൻ്റെ അവിടെ നിന്ന് ഇടവഴിക്കൊക്കെ ഊടുവഴിയൊക്കെ നമുക്ക് അറിയാലോ. നേരെ പോയി കവിതയിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു ഹിന്ദി പടം, അതും കണ്ടു. ഇവർക്ക് ഹിന്ദി മനസ്സിലാവുന്നതുകൊണ്ട് നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. അന്ന് എനിക്ക് ഹിന്ദി അറിയില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ വെച്ച് ഇവർ ഉടുക്കണ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉടുപ്പാണ്. അത് മുട്ടിന് വളരെ മുകളിലാണ്. അവർ അത്ര ഇറക്കമുണ്ടാവുള്ളൂ. നല്ല ഭംഗിയുള്ള വെളുത്തത്തോടെ ഈ മൂന്നും ഒന്നിനൊന്നും വെച്ചാൽ. അപ്പോൾ എന്നെ ഒട്ടി നടക്കണവൾ എൻ്റെ അടുത്തിരുന്നു. അതിന് ഞാൻ അവളുടെ കൈമേലൊക്കെ ഇങ്ങനെ തഴുകി. കുറച്ച് നേരം കഴിഞ്ഞാൽ AC-ൻ്റെ തണുപ്പൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവളുടെ തൊടയമേൽ മെല്ലെ തലോടാൻ തുടങ്ങി. തലോടി ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ അവൾ ആ കൈ അവിടെ പിടിച്ചു വെച്ച് അവളുടെ കൈയും കൊണ്ട്. അതിൻ്റെ മേപ്പൊട്ട് ഞാൻ വേണ്ട എന്നുള്ളൊരു സൂചന. എന്ന് വെച്ചാൽ എതിർപ്പോ കൈ തട്ടി തെറിപ്പിക്കുകയൊന്നുമില്ല, ഒരു ഓമന ബ്ലോക്കിങ്. അപ്പം ഞാനും വിചാരിച്ച് ആക്രാന്തം വേണ്ട. അങ്ങനെ ഞാൻ അവിടെ തന്നെ കൈ വെച്ച് ആ തൊടയമേലെ ചൂടൊക്കെ എൻ്റെ കൈക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ രംഗവും കഴിഞ്ഞ് ഞങ്ങളന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ഹാളിലൊക്കെ കിടക്കണത്. ആൻറ്റി ഇപ്പുറത്തെ മുറിയിൽ കട്ടിലുമേൽ, ഞാനൊരറ്റത്ത് കുറച്ചിപ്പുറത്ത് ഇങ്ങനെ പിള്ളേർ സെറ്റ് ഇബിളെൻ്റെ അടുത്ത് കിടക്കുക. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക. എൻ്റെ മലയാളം അവർ കളിയാക്കും, അവർ ഹിന്ദി കളിയാക്കും. ഏതായാലും ഓരോരുത്തർ ഉറക്കം പിടിച്ച്. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനെന്ത് ചെയ്ത് മെല്ലെ, റൂമിൽ ലൈറ്റില്ല, പിന്നെ പുറത്ത് നല്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചെറിയൊരു വെളിച്ചുള്ളിലുണ്ട്. നല്ല പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല. എങ്ങനെ തമ്മിൽ കാണുന്നില്ല. അതിൽ ഞാൻ ഈ തൊടയമേ കൂടി ഇങ്ങനെ കൈ മേലക്ക് ഇങ്ങനെ തടകാൻ തുടങ്ങിയപ്പോൾ ഇവള് അതേപോലെ തന്നെ ബ്ലോക്ക്. അപ്പം ഞാൻ കുറച്ച് വെളുത്താലെ ഇങ്ങനെ സഡിമേൽ വരെ എൻ്റെ കൈയെത്തി. എന്നിട്ട് ഞാൻ കൈ അവിടെ പുറത്ത് കൂടി ഇങ്ങനെ സാധനത്തിന്മേലെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉള്ള എതിർപ്പ് മാറി. പിന്നെ സഡിൻ്റെ ഇടയിൽ കൂടി കൈയിട്ട് നോക്കുമ്പോൾ പെണ്ണ് നനഞ്ഞൊലിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നേക്കഡാക്കണം. അങ്ങനെ ഞാൻ ഇവിടെ ഉടുപ്പ് നല്ല തലവഴി ഊരി. പിന്നെ ഷഡ്ഡി മാത്രമേ ഉള്ളൂ, ബ്രേസിയർ ഇട്ടിട്ടില്ല. ഇവൾക്ക് 24 വയസ്സുള്ളെങ്കിലും ഒരു 16-17 വയസ്സുള്ള പെണ്ണിൻ്റെ ഇതുള്ളൂ മൂല. അത് ഒന്നായിട്ട് വായിലിങ്ങനെ അവിടെ എടുക്കാം. നല്ല ബലമുള്ള നിപ്പിൾസൊക്കെ ഞാൻ നല്ലോണം ചൂടുകൊണ്ടാക്കി. പിന്നെ ഒന്നായിട്ട് ഞാൻ ഇങ്ങനെ കപ്പിയെടുക്കാൻ തുടങ്ങി. പെണ്ണ് ഞെരിപിരികൊള്ളുക. പിന്നെ ഞാൻ നേരെ അടിക്ക് ഇറങ്ങിക്കിടന്ന് നാവ് കൊണ്ട് നല്ലോണം കാക്കി കൊടുത്ത്. കാരണം എന്നെ മറക്കരുത്, നല്ലോണം ആക്കി കൊടുത്ത് ഉള്ളിൽ കെട്ടുമ്പോൾ ഞെരിപ്പിരി കൊള്ളനാക്കി എനിക്ക് മനസ്സിലായി. പിന്നെ ഉള്ളൊന്ന് തട്ടിപ്പറഞ്ഞ്. അപ്പം ഞാൻ കയറി അടിച്ച്.
അത് കഴിഞ്ഞ് അവൾ ഷഡ്ഡി എടുത്തിട്ടില്ല, ഉടുപ്പെടുത്തിട്ട്. അത് ആൻറ്റി എങ്ങനെ ചിലപ്പോൾ എണീറ്റ് വന്ന തുണിയില്ലാണ്ട് കിടക്കണ കാണുന്നുണ്ടല്ലോ. ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കൂടി റെഡിയായി, ഒന്നും കൂടി കൊടുത്ത്. വെളുക്കാൻ നേരത്തെ ഒന്നും കൂടി കൊടുത്ത്. നസ്സലായിട്ട് ആ പെണ്ണ് കോപ്പറേറ്റ് ചെയ്ത് എന്നിട്ടാണ് പോയത്. പിന്നെ എനിക്ക് ആ ചാൻസ് കിട്ടിയിട്ടില്ല, പിന്നെ ഒരിക്കലും അതിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവരൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ ഞാനും ആൻറ്റിയും മാത്രമേ. അപ്പോൾ ആൻറ്റി പറഞ്ഞ് നീ ഇനി എല്ലാ ദിവസവും ഇവിടെ വരണം, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ്. അതിൽ വേറൊരു കാര്യമുണ്ട്, ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭർത്താവില്ലാത്ത സ്ത്രീകൾ, അതേപോലെ അങ്ങനത്തെ എന്താ പറയുക, കല്യാണം കഴിക്കാൻ ലേറ്റായത്, ഇങ്ങനെയുള്ള സ്ത്രീകളോടൊക്കെ ചോദിച്ച് നോക്കി അവരൊരു അനുഭവം പറയും. നമ്മുടെ നാട്ടിൽ മാന്യന്മാരാണെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും അവരോട് പരിപാടിക്ക് ചോദിച്ചിട്ടുണ്ടോ. പക്ഷെ അവരുടെ മാന്യത കൊണ്ട് അവർ നാറ്റിക്കൂല, നോ പറഞ്ഞിട്ടുണ്ടോ, ചോദിക്കാണ്ട് നിൽക്കില്ല. ഇവർ മുംബൈക്കാരത്തിൽ സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കണം, ഇടയ്ക്ക് ചുരിദാറിടും, ആൾക്കാർ നോട്ടം വെക്കൂല. അപ്പോൾ ഒരു പയ്യനെങ്കിൽ പയ്യൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആരും അങ്ങനെ വരില്ല. അങ്ങനെ ഇവരുടെ ഓരോ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് അപ്പോൾ ഇവരെ കണ്ടാൽ കമ്പിയോ. ഒരു ദിവസം ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു ടോയ്ലറ്റ്. ഞാൻ കുളിമുറിയിൽ നിന്ന് കൈ കൊണ്ട് സംഭവം ചെയ്യാനുള്ള ശ്രമം ഇവരാലോചിച്ചിട്ട്, അതിൽ ഇവർ പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നപ്പോൾ ഇതാണ്ട് അവർ പെട്ടെന്ന് വാതിലടച്ച്. ഞാനാകെ ചമ്മിപ്പോയി. അത് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവരെന്നോട് വെച്ച് നീ ഇത് അങ്ങനെ ചെയ്യാറുണ്ടോ ചോദിച്ചേ. നീ എപ്പോഴെങ്കിലും എന്നറിയാം ശക്തി നഷ്ടപ്പെടും, നിൻ്റെ ശക്തി പവർ നഷ്ടപ്പെടും, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിനക്ക് അത്ര കൊതിയാണ് വെച്ച്. കൊതിയുണ്ട്, ആരെ കിട്ടിയിട്ടില്ല വെച്ച്. ഇല്ല പറഞ്ഞു. ആൻറ്റിനെ ഇഷ്ടമാണോ നിനക്ക് വെച്ച്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിചാരിച്ചാൽ ആ ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞു. കാരണം ഇവരെൻ്റെ ഒരു രക്തബന്ധമല്ല, ഞാനിവരെ ജനിച്ചിട്ട് കണ്ടിട്ടുമില്ല. ഒരു സ്ത്രീ അത്രേ ഉള്ളൂ. മറ്റേ ആ മോളും അങ്ങനെ തന്നെ, എന്നെ സംബന്ധിച്ചൊരു പെണ്ണ് മാത്രം. ഞാൻ പറയില്ല, ഇവരെന്നെ കെട്ടിപ്പിടിച്ച് ചുണ്ടൊക്കെ കിസ് ചെയ്ത്. ഇവർ ഭയങ്കര കൊതിയുള്ള ആൻറ്റിയാണ്. അപ്പോൾ ഇവരുടെ കഥകൾ പറഞ്ഞു. ഹസ്ബൻഡ് ക്ഷീണിച്ച് വരും, കളിക്കും, കിടന്നിറങ്ങും. ഒരു ദിവസം പോലും അയാൾ കളിക്കാണ്ട് നിൽക്കില്ല. മെൻസസ് ആയാൽ പോലും വായിലെടുക്കണം പോലെ. മുംബൈ അല്ല, അപ്പം വഴി തെറ്റി പോകുമ്പോൾ വേശ്യാലയത്തിൽ പോകുന്ന വിചാരിച്ച് ഇവർ ചെയ്തു കൊടുക്കും. പ്രസവിച്ച് കിടക്കുമ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം അങ്കിൾ പോയാൽ എന്താ ചെയ്യുക. ഇനി അയാൾ പോകണമെങ്കിൽ പോയിക്കോട്ടെ, കോണ്ടം മേടിച്ചിട്ട് ചെയ്തോളും, എനിക്ക് വയ്യ അവിടെ നിൽക്കാൻ. ഞാൻ ഒരു എസ്കേപ്പ് ആയിങ്ങോട്ട് പോകുന്നത്, എനിക്ക് അയാളുടെ അടുത്ത് പറ്റണില്ല. അപ്പം ഞാൻ നല്ലോണം. അപ്പം ഈ പ്രായക്കാർ ഇവർക്ക് എൻ്റെ ഇരട്ടി പ്രായം അതിലും കുറച്ചും കൂടി ഉണ്ട്. ഇവർക്ക് വേറെ പ്രത്യേകത ഉണ്ട്. എൻ്റെ പ്രായക്കാരായ 20 ഇയേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ പ്രായക്കാർ ആൻറ്റിമാർക്കും ഒക്കെ അങ്ങനെ. കാരണം പറഞ്ഞൊക്കെ ചെയ്തൊരു ഒരു കൗതുകമല്ല ഈ പ്രായക്കാർക്ക്. നക്കാൻ പറഞ്ഞാൽ നക്കും, എന്ത് ചെയ്യും. പിന്നെ അവർക്കും ഇപ്പോൾ ഒരു വലിയ മനുഷ്യന് 10-20 വയസ്സുള്ള പെണ്ണിനെ കിട്ടുമ്പോൾ ഒരു സുഖം സന്തോഷം ഉണ്ടാവില്ല. അത് തന്നെ സ്ത്രീകൾക്കും. നല്ല 10-20 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കിട്ടിയാൽ ഏതാൻറ്റിക്കും ഇഷ്ടമാണ്. ആൻറ്റിനെ കളിച്ച് മതിയായി എനിക്ക്. പക്ഷേ ഒരു ഇളമ ശരീരം, ആ യൗവനത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പൊക്കെ പോയിട്ട് ശരീരം ഒന്ന് പതുപതുപ്പോൾ ഒരു 40-50 വയസ്സിൻ്റെ അവിടേക്ക് എത്തുന്ന ഒരു ഇളമ ശരീരം പഠിക്കാൻ നല്ല സുഖമാണ്. ഒരു പതുപതുപ്പാണ്. ആൻറ്റിക്കാണെങ്കിൽ സാധ്യ കാമം. അവിടെ നിന്ന് കിട്ടാത്തൊക്കെ ഇവർ യൗവനം നഷ്ടപ്പെടാൻ പോവുകയല്ലേ. ജീവിതം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ച്. ചിലപ്പോൾ പകൽ വീട്ടിലാരും ഇല്ലെങ്കിൽ അവർ ഫ്രണ്ടിലെ വാതിലും ബാക്കിലെ വാതിലും ക്ലോസ് ചെയ്യും. ഷഡ്ഡി മാത്രമേ ഉള്ളൂ. എനിക്കെപ്പോൾ അട്രാക്ഷൻ തോന്നുന്നു അഫ കളിക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ അമ്മ ആൻറ്റി എന്നെ പൂതി കഴിച്ച് തന്നിട്ടുണ്ട്. എന്തും ചെയ്തു തരും, എനിക്കെന്തും ചെയ്തു തരും. എൻ്റെ സുക്കളം വരെ അവർ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതായത് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. സത്യം പറയാമല്ലോ, എൻ്റെ ലൈഫിൽ എത്രയോ ബന്ധങ്ങൾ, മധുരസ്മരണകൾ എനിക്ക് എണ്ണമില്ല. ഞാൻ എത്ര പെണ്ണുങ്ങളെ കളിച്ചിട്ടുണ്ട് സത്യം പറയാം, എനിക്കറിയില്ല. ഇനി അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.